ഓം ശാന്തി. ഒരു കോളേജിൽ അഭയ് എന്ന പേരുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ നല്ല സമർത്ഥനാണ്, പഠിക്കാനൊക്കെ നല്ല കഴിവുണ്ട്, എല്ലാത്തിനും നല്ല കാര്യപ്രാപ്തിയുണ്ട്. പക്ഷെ അവൻ്റെ ഒരു കുഴപ്പം വെച്ചാൽ എല്ലാവരോടും എപ്പോഴും വഴക്കുണ്ടാകും. കൊച്ചു കൊച്ചു കാര്യങ്ങളും മതി അവൻ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും. അങ്ങനെ ആരുമായിട്ടും അവനത് അഡ്ജസ്റ്റബിൾ ആകുന്നില്ല. എല്ലാവർക്കും ഇവനെക്കുറിച്ച് കംപ്ലൈൻറ്റുകൾ മാത്രമേ ഉള്ളൂ. നിസ്സാര കാര്യങ്ങൾക്കെല്ലാം വഴക്കിടും. ഒരു ദിവസം അവൻ്റെ പ്രൊഫസർ വിളിച്ചിട്ട് ഒരു ചലഞ്ച് കൊടുത്തു. ഈ ഒരാഴ്ച നീ ഓരോ വ്യക്തിയെയും ആത്മാവെന്ന് കണക്കാക്കി ആത്മാവായിട്ട് കാണാൻ ശ്രമിക്കുക. നീ ഒരിക്കലും അവരെ ദേഹമായിട്ട് കാണരുത്. നിങ്ങളോട് പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു തമാശയ്ക്ക് ഞാൻ ചെയ്യാം എന്ന് അഭയ് പറയുകയും ചെയ്തു. ആ അധ്യാപകൻ പറഞ്ഞ ദിവസം മുതൽ അഭയ് ആ ഒരു പ്രാക്ടീസ് ആരംഭിച്ചു. ആദ്യ ദിവസമെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു തെറ്റുകുറ്റം കാണുമ്പം ബഹളം ഉണ്ടാക്കും. എന്താ അങ്ങനെ ചെയ്തത്, ഇതിങ്ങനെ ചെയ്തു, ആരോട് ചോദിച്ചു, ബഹളം ഉണ്ടാക്കും. പക്ഷേ പതുക്കെ പതുക്കെ അവൻ്റെ ആ മനോഭാവം മാറാൻ തുടങ്ങി. അവരങ്ങനെ ചെയ്തു, ഞാനിത് ദേഷ്യപ്പെടുന്നവരോട്. ഓരോ വ്യക്തികളും അവരുടെ സ്വഭാവം അനുസരിച്ച് സംസാരിക്കുന്നു. അവരങ്ങനെ സംസാരിക്കുന്ന അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അത് അവരുടെ നേച്ചറാണ്, അവരുടെ സംസ്കാരമാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സംസ്കാരം അനുസരിച്ചല്ലേ പെരുമാറുന്നത്. അത് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ശാന്തമായിരുന്നു കൂടെ? മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആകണം എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ കുറേശ്ശെ അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, വഴക്കിടുക, ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ആകാൻ തുടങ്ങി. പതുക്കെ പതുക്കെ നമ്മുടെ അഭയന് മറ്റുള്ളവരോടുള്ള വ്യവഹാരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ പഴയതുപോലെ ആരുമായി ദേഷ്യപ്പെടുന്നില്ല. പിന്നെ പറ്റുമെങ്കിൽ തന്നാൽ ആകുന്ന വിധം എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അതോടുകൂടി അവൻ അന്ന് വരെ അനുഭവിക്കാത്ത ഒരു ശാന്തിയുടെ അനുഭവം തുടങ്ങി. അവൻ എന്തോ ലൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഒരു പരവശനായ ഒരു കൂട്ടുകാരൻ അവനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. ഉടനെ അവന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. നമ്മളൊക്കെ സഹോദരങ്ങളല്ലേ, പരസ്പരം കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ വഴക്കടിക്കുന്നത്? സ്നേഹത്തോടു കൂടി സഹോദര ഭാവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്ര നല്ലതാവും, ആ ഫ്രണ്ട്ഷിപ്പ് എത്ര ഊഷ്മളമാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് ഷെയർ ചെയ്ത് സന്തോഷത്തിൽ പഠിക്കാനാണെങ്കിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാം, ഒന്നിച്ച് പരീക്ഷ എഴുതാം, ഒന്നിച്ച് ജയിക്കാം, നമുക്ക് ഒന്നിച്ച് ഭാവി കാലം മുഴുവൻ ജീവിച്ചുകൂടെ? നമ്മുടെ ജീവിതം എത്ര സുന്ദരമാക്കി തീർക്കാം. അവരങ്ങനെ സംസാരിച്ചു. ഇന്ന് ആ കോളേജിലെ ഏറ്റവും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പയ്യനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് അഭയാണ്. മറ്റുള്ള കുട്ടികൾക്കും അവൻ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന നല്ല റോൾ മോഡലായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോ ആ അഭയന് എല്ലാവരെ പ്രതിയും ശുഭഭാവനയുള്ളൂ. ഏത് കാര്യത്തിലും അവൻ നിശ്ചയബുദ്ധിയാണ്. അപ്പൊ ഈ ശുഭഭാവന, നിശ്ചയബുദ്ധി അതൊരു വ്യക്തിയെ മാത്രമല്ല പരിവർത്തനപ്പെടുത്തുക, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കും അത് നല്ലൊരു പരിവർത്തനത്തിന്റെ വഴി കാട്ടിക്കൊടുക്കും. അതുകൊണ്ട് സ്വയം ഭഗവാൻ നമ്മളോട് പറയുന്നു, ആത്മീക സ്ഥിതിയിൽ ഇരിക്കാൻ അഭ്യസിക്കൂ, അന്തർമുഖിയാകൂ. സദാ പരിധിയില്ലാത്ത ആത്മീക ദൃഷ്ടി, ബായി സംബന്ധത്തിന്റെ വൃത്തി ഏതൊരു ആത്മാവിനെ പ്രതിയും നമ്മുടെ ഉള്ളിൽ ശുഭഭാവന വെക്കുന്നു, അതിനെ പ്രേരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലവും ഉണ്ടാകും. എത്രത്തോളം ഭാവന നമ്മൾ വെക്കുന്നോ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് മടക്കി ലഭിക്കും. അതുകൊണ്ട് പുരുഷാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. തന്നെ കൊണ്ട് സാധിക്കുമോ പറ്റുമോ നിരാശയും വരരുത്. പകരം നിശ്ചയബുദ്ധിയായിരുന്നു കൊണ്ട് എല്ലാം എൻ്റേതെന്നുള്ള സംബന്ധം, എൻ്റെ അഹങ്കാരത്തിന് സംബന്ധമല്ല, അതിനൊക്കെ ഉപരിയായിരുന്നു കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംബന്ധത്തിലേക്ക് വരും. ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം എല്ലാവർക്കും കൊടുക്കൂ. ആ ഒരു പൊസസീവ്നെസ് ഫീലിങ്ങോട് ഇവരൊക്കെ എൻ്റെ സ്വന്തമാണ് എന്നുള്ള ഫീലിങ്സോടുകൂടി നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമുക്ക് അതേ ഫീലിങ്സ് തിരിച്ചു കിട്ടാനും ആരംഭിക്കും. അതുകൊണ്ട്
ഈ മുരളി മഹാവാക്യത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പോയിന്റ് എന്താണ്? അഡോപ്റ്റ് സോൾ കോൺഷ്യസ് വിഷൻ. അഡോപ്റ്റ് സോൾ കോൺഷ്യസ് വിഷൻ, ആത്മീക ദൃഷ്ടി സ്വായത്തമാക്കും. അപ്പൊ ആ ദൃഷ്ടി സ്വായത്തമാക്കിയപ്പോ അഭിനവ് എന്ത് ചെയ്തു? പെട്ടെന്ന് പ്രതികരിക്കുന്ന പകരം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ദേഷ്യപ്പെടാതെ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിച്ചു. എപ്പോഴാണ്? സോൾ കോൺഷ്യസ് വിഷൻ അഡോപ്റ്റ് ചെയ്തപ്പോൾ. രണ്ടാമത്തേതായിട്ട് മെയിൻറ്റെയിൻ ദ ഫീലിങ്സ് ഓഫ് ബ്രദർഹുഡ്. എല്ലാവരെയും തന്റെ സഹോദരൻ എന്നുള്ള ഭാവത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകും. അഭിനവ് എന്ത് ചെയ്തു? അഭയ് എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ, നീ, എൻ്റെ, നിന്റെ എന്നുള്ള ഭാവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്നൊരു ഭാവത്തിലേക്ക് വന്നപ്പോ എല്ലാ കുട്ടികളും, ആ കോളേജിലെ മുഴുവൻ കുട്ടികളും അവന് പ്രിയപ്പെട്ടവരായി മാറി. അവനും അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായി തീർന്നു. മൂന്നാമത്തേത് ഗീവ് ഗുഡ് വിഷസ് ആൻഡ് കോപ്പറേഷൻ. എല്ലാവർക്കും നമ്മൾ ശുഭഭാവന കൊടുക്കുക, എല്ലാവർക്കും സഹകരണം ഓഫർ ചെയ്യുക. ഹാർട്ട്ഫിൽ ഗുഡ് വിഷ് ക്യാൻ ക്രിയേറ്റ് മിറക്കിൾ ഇൻ അതേഴ്സ് ലൈഫ്സ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരാളെ പ്രതി ഉണ്ടാകുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, ഗുഡ് വിഷസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അഭയ് എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുക, സ്വയം അവൻ എൻഗേജ് ചെയ്യുമോ? തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇവൻ ചെന്നവരെ പ്രോത്സാഹനം കൊടുക്കും, അവരെ സഹായിക്കും. അങ്ങനെ തൻ്റെ കോൺഫിഡൻസ് അവർക്കും പകർന്നു കൊടുത്ത് അവരിലും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അവയും പ്രാക്ടിക്കൽ എക്സാമ്പിളായി മാറി. മറ്റു പ്രത്യേകത എന്താണ്? ബി കോൺസ്റ്റന്റ്ലി ഡിറ്റർമിൻ ആൻഡ് ഫെയ്ത്ത്ഫുൾ. നിരന്തരം നമ്മൾ നിശ്ചയബുദ്ധിയായിട്ടിരിക്കണം. അപ്പൊ നിശ്ചയബുദ്ധിയായപ്പോൾ ഗുണം എന്താണ്? അഭയത്തിന്റെ ലോസ് ടെമ്പർ ഒക്കെ പോയി, എടുത്തിയാടും സ്വഭാവം, പെട്ടെന്നുള്ള ദേഷ്യം വരെ അതൊക്കെ പോയിട്ട് ആ ആത്മബോധമാണ് അവൻ അതിൽ നിന്നൊക്കെ രക്ഷിച്ചത്. ആ എടുത്തു ചാട്ടത്തിന് രക്ഷിച്ചത് ആത്മബോധമാണ്. പിന്നെ പറയുന്നത് ഫൈൻഡ് ജോയ് ഇൻ സെർവിങ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, മറ്റുള്ളവരുടെ സേവനത്തിൽ സന്തോഷം കണ്ടു. അപ്പൊ നേരത്തെ അഭിനവ് അല്ലെങ്കിൽ അഭയ് തൻ്റെ കാര്യം മാത്രം ചിന്തിച്ചു, ബാക്കി എല്ലാവരും കുറ്റക്കാരെന്ന് ആരോപിച്ചു. ഇപ്പോഴോ മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കാനും അവരെ കൂടി ഹെൽപ്പ് ചെയ്യാനും തയ്യാറായപ്പോ അവന് അതിലെല്ലാം ശരിക്കുള്ള ആനന്ദം ഫീൽ ചെയ്തു. അപ്പൊ 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. 1, അഡോപ്റ്റ് സോൾ കോൺഷ്യസ് വിഷൻ. 2, മെയിൻറ്റെയിൻ ദ ഫീലിങ്സ് ഓഫ് ബ്രദർഹുഡ്. 3, ഗീവ് ഗുഡ് വിഷസ് ആൻഡ് കോഓപ്പറേഷൻ. 4, കോൺസ്റ്റന്റ്ലി ഡിറ്റർമിൻ ആൻഡ് ഫെയ്ത്ത്ഫുൾ. 5-മത്തേത് ഫൈൻഡ് ജോയ് ഇൻ സെർവിങ് അതേഴ്സ്. ഇന്നത്തെ അവ്യക്ത ബാബ്ദാദയുടെ അവ്യക്ത നിർദ്ദേശം നമുക്ക് നൽകുന്ന 5 പാഠങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ഈ സമൂഹത്തിൽ ഉദാഹരണമൂർത്തിയായിട്ട് മാറാം. അതിലൂടെ ബാബയുടെ പേര് പ്രശസ്തമാക്കാം. ഓം ശാന്തി.